കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ ഗോപാലനും സുനന്ദയും കൂടെ കൃഷ്ണയുടെ വീട്ടിൽ വരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് കൃഷ്ണ പാല് മേടിക്കാൻ പോയ സമയത്ത് ഗോപാലൻ നമ്മുടെ സുനന്ദയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ സുനന്ദ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. സുനന്ദ പറയുന്നത് നിങ്ങൾ ഇറങ്ങി പോകാൻ പറയുന്നത്. അങ്ങനെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അപ്പോൾ കൃഷ്ണ വരുമ്പോഴത്തേനും അവരെ ഇറങ്ങി പോകുന്ന രംഗമാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നത് എന്താണെന്നില്ല, ഞങ്ങൾ പോവാൻ മോളെ എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ സുനന്ദയുടെ ഭാവങ്ങളൊക്കെ മറിയുകയാണ്. ഇതേ സമയത്ത് ഗോപാലനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുന്നു ഇങ്ങനെ കൃഷ്ണയുടെ അച്ഛൻ്റെ ഇതൊക്കെ. അപ്പോൾ അവിടുത്തെ അവർ പറയുന്നു അതെന്തോ ഇങ്ങനെ പിഴച്ചുണ്ടായിരുന്ന അവൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് പറയുന്നത്. പിന്നെ അവളുടെ ഭർത്താവിനെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ജീവിക്കുന്ന ആളാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം നമ്മുടെ കൃഷ്ണയ്ക്ക് ഡൗട്ട് വരുന്നത് ഇതിലെന്തോ ഒരു ഇതുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് തന്നെ അങ്ങനെ അമ്മയോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ തിരിച്ചവളൊന്നും പറയുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ നവീൻ്റെയും ഗാഥയുടെയും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിലെല്ലാവരും കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഡേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് നാഗത്തിൻ്റെ അമ്പലത്തിൽ തന്നെ എടുക്കണമെന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പം നവീൻ ചോദിക്കുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് അച്ഛൻ പറയും മുത്തശ്ശി പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കീർത്തി വിചാരിക്കുന്നു അങ്ങനെ എന്നെ ഇതാക്കിയിട്ട് അവൻ കല്യാണം കഴിക്കേണ്ട എന്നിട്ടും ബ്ലേഡ് എടുത്ത് കൈ മുറിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അവളുടെ അമ്മ അതിലേ വരുന്നുണ്ട്. അങ്ങനെ അവളെ പിടിച്ചു മാറ്റി രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനാണെങ്കിൽ എങ്ങനെയും ഈ സത്യം കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള രീതിയിൽ തന്നെ ആലോചിക്കുകയാണ്. ഇതിൻ്റെ രഹസ്യം കണ്ടെത്തണം, എന്നിട്ട് വേണം കൃഷ്ണയെ അറിയിക്കാൻ എന്നുള്ള ധാരണയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ നമ്മുടെ ഗോപാലൻ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് നമ്മുടെ സിതാരയാണെങ്കിൽ മകളുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. കാരണം പൂജാരി പറഞ്ഞ കാര്യങ്ങൾ സിതാരയുടെ മനസ്സിലിങ്ങനെ മിന്നി മറയുകയാണ്. അതുകൊണ്ട് തൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി അവർ ഓരോ വഴികൾ കണ്ടെത്തുകയാണ്. ഇതേ സമയത്താണ് കൃഷ്ണയാണെങ്കിലും അവിടെ നിന്ന് ഒരു ലെറ്റർ എന്തോ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലെറ്ററിൽ ഇങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയം അങ്ങനെ എന്തോ സംതിങ് എഴുതി വെച്ചിട്ട് അടിയിൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട്. അപ്പോൾ ഇതാരാണെന്ന് നമ്മുടെ കൃഷ്ണയ്ക്ക് അറിയില്ല. അതിനുശേഷം നമ്മുടെ ഗോപാലനാണെങ്കിൽ നമ്മുടെ സുനന്ദയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയും കൂടെ നിൽക്കുന്ന കുട്ടിയുടെ ഫോട്ടോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ സുനന്ദയ്ക്ക് ഇതിൽ നിന്ന് തന്നെ മാറാൻ പറ്റുമോ, സുനന്ദ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുള്ളത് സത്യമാണെന്ന് ഗോപാലിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയും സുനന്ദയെ കൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണയുടെ അമ്മയെ തങ്കത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ സത്യങ്ങൾ പുറത്തു വരുന്ന അടുത്ത വരും ദിവസങ്ങളിലെ എപ്പിസോഡിലായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.